അപ്പം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം മിഴിനാളിൽ ഇന്നൊരു വീഡിയോ. ഷോപ്പിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് പോവുകയാണേ. വൈകുന്നേരം കണ്ടോ, നമ്മൾ പോകുന്ന വഴിയാണിതെല്ലാം. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. നല്ല മഴയുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. 2 ദിവസം മുന്നേ ഭയങ്കര കാറ്റും, 3-4 ദിവസം മുന്നേ ഭയങ്കര കാറ്റ്. ഇവിടെയൊക്കെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റും മഴയും ആയിരുന്നു. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല വീട്ടിലേക്ക്, അടുത്ത് തന്നെയാണ്. പക്ഷെ കുറേ ദിവസമായിട്ട് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഒരു വീഡിയോയും കുറേ ദിവസമായിട്ട് ഇട്ടിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് വെട്ടമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് സന്ധ്യയാകുമ്പോൾ പിന്നെ ഒന്നും കാണത്തില്ല എടുക്കാനായിട്ട്. അത് പിന്നെ ഒന്നും ചെയ്യാത്തത്. ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം. ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ്. മഴ പെയ്തു തുടങ്ങിയിട്ടോ. നമ്മുടെ ഗ്ലാസ്സിൽ ചെറിയ വെള്ളത്തുള്ളികൾ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. വീട്ടിൽ എത്തി കുറച്ച് കഴിഞ്ഞും കൂടെ പെയ്താൽ മതിയായിരുന്നു. പകലൊക്കെ നല്ല ചൂടായിരുന്നു. വഴി തോന്നി ഇന്ന് എന്തായാലും മഴ പെയ്യുന്നു. വേനൽ മഴ പെയ്താൽ ഇടി വെട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇടി വെട്ടിയാണ്ടല്ലോ കറണ്ടും ഉണ്ടാവില്ല, മൊത്തവും പ്രശ്നം. പിന്നെ ഒരു പണിയും നടക്കത്തില്ല, നമുക്ക് ഒരു സാധനം ഓണാക്കാനും പറ്റില്ല. ഇതാണ് നമ്മൾ ഈ വൈകുന്നേരം അല്ലേ വരുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വൈകുന്നേരം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇടിയും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു പണിയും നടക്കത്തില്ല. ഇതാണ് കുഴപ്പം. ഈ സൈഡിലൊക്കെ 1-2 ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്യാസിൻ്റെ പ്രശ്നം കാരണം അവരൊക്കെ വലിയ കച്ചവടം തീരെയില്ല അവർക്കൊന്നും. മറ്റേത് അവിടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സും ചായയും ഒക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒന്നുമില്ല, ശോഷിച്ചിരിക്കുന്നു. വെട്ടം പോലും ഇല്ല കടേൻ്റെ അകത്ത്. ഒരു ഓട്ടോ ഉണ്ടല്ലോ, സൈഡ് തരുന്നേ ഇല്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഓട്ടക്കാരല്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. അയ്യോ, ഇവിടെയൊക്കെ കടകളുണ്ടായിരുന്നു. എല്ലാം നിർത്തി. എല്ലാം അവരുടെ ഒരു ഉപജീവന മാർഗമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, യുദ്ധവും കാര്യങ്ങളൊക്കെ വന്നാൽ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ സ്ഥിതി. കണ്ടോ, ഇത് നമ്മുടെ പാലാട്ടോ. നമ്മുടെ ആറ് കണ്ടോ, ആറ്റിൽ വെള്ളം കുറവാണ് മഴ പെയ്തിട്ട് പോലും. അവിടെ നിന്നൊരു കടയിൽ നിന്ന് എന്നും കപ്പ വാങ്ങും. പക്ഷേ എന്നും വാങ്ങില്ല, വല്ലപ്പോഴും വാങ്ങും. ഇന്ന് വാങ്ങുന്നില്ല. ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങുണ്ട്. അപ്പോൾ അത് പോയിട്ട് പുഴുങ്ങണം. അതും പുഴുങ്ങണം. കുറച്ച് ചമ്മന്തി ഉണ്ടാക്കണം. കാന്താരി കുറച്ചേ ഉള്ളൂ, അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കും. എന്നിട്ട് ചായ. അതാണ് ഇന്ന് രാത്രിത്തെ ഭക്ഷണം. ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. കറണ്ട് ഉണ്ടെങ്കിൽ മിക്സിയിൽ ചതയ്ക്കും, ഇല്ലെങ്കിൽ കുത്തി ചതയ്ക്കേണ്ടി വരും. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു സിറ്റിയാണേ. ഒരു ചെറിയ ബാങ്കും ഒരു 1-2 ഹോട്ടലും, ചെറിയ ഹോട്ടൽ, ഒരു കുഞ്ഞു സിറ്റി, ഒരു സ്കൂളും. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷം എന്താ, ഏകദേശം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്താനായി. ഇനി ബാക്കി വിശേഷങ്ങൾ പിന്നെ.
ടാറ്റാ.